Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ VRAY 7 ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൂടെ ലഭിച്ച AI എൻഹാൻസറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3D റെൻഡറിംഗിൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സും വെജിറ്റേഷൻസും ആഡ് ചെയ്ത് റിയലിസ്റ്റിക് ആയ റെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയ ഒരു കാര്യമാണ്. VRAY 7-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ AI എൻഹാൻസർ യൂസ് ചെയ്ത് ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ വളരെ റിയലിസ്റ്റിക് ലുക്കിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഫേഷ്യൽ ഫീച്ചേഴ്സും എക്സ്പ്രഷൻസും സ്കിൻ ടെക്സ്ചേഴ്സും എല്ലാം വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ ഈ ന്യൂ ഫീച്ചറിലൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റേഷൻസിൽ വളരെ റിയലിസ്റ്റിക് ആയ നാച്ചുറൽ ലുക്കും ഇതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. VRAY 7 സെക്കൻഡ് അപ്ഡേറ്റിലൂടെ ലഭിച്ച ഈ ഒരു AI എൻഹാൻസർ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാം എന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഈ ഒരു 3D സീനാണ് റെൻഡർ ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്. റെൻഡർ ചെയ്യുന്നതിന് മുൻപേ റെൻഡർ എലമെന്റ്സിൽ VRAY എൻഹാൻസർ ഡാറ്റ എന്ന ഈ ഒരു എലമെന്റ് ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഒരു എലമെന്റ് ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഏത് സൈസിലാണോ നമുക്ക് റെൻഡർ ചെയ്യേണ്ടത് ആ ഒരു സൈസ് സെലക്ട് ചെയ്ത് റെൻഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ റെൻഡർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. VRAY 7-ൽ എൻഹാൻസ് ഇമേജ് ഓൺ കെയോസ് കൊളാബറേഷൻ എന്ന ഈ ഒരു ഐക്കൺ ഇതിൽ കാണാവുന്നതാണ്. റെൻഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐക്കൺ ഇതിൽ ഡിസേബിൾ ആയാണ് നമ്മളിവിടെ കാണുന്നത്. 1280x720 എന്ന ലോ റെസൊല്യൂഷനിലാണ് ഇത് റെൻഡർ ചെയ്യുന്നത്. നമുക്ക് വേണ്ട റിസൾട്ട് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു ഇമേജിനെ എൻഹാൻസ് ചെയ്യുന്നതിനായി നമുക്ക് റെൻഡർ സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു റെൻഡർ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൻഹാൻസ് എന്ന ഈ ഒരു ബട്ടൺ ഇതിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇനി ഒരു ഇമേജിനെ ഡയറക്റ്റായി എൻഹാൻസ് ചെയ്യുന്നതിനായി എൻഹാൻസ് ഇമേജ് ഓൺ കെയോസ് കൊളാബറേഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഫ്രെയിം ബഫറിൽ റൈറ്റ് സൈഡിൽ കാണുന്ന കൊളാബറേഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ടു എൻഹാൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ഈ ഒരു ഇമേജിനെ കെയോസ് കൊളാബറേഷനിലേക്ക് ആഡ് ചെയ്ത് എൻഹാൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇമേജ് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഒരു ഇമേജിന്റെ നെയിം ആവശ്യമെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഡിഫോൾട്ട് നെയിമിൽ തന്നെ ക്ലൗഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. വളരെ ക്വിക്കായി നമ്മൾ ചെയ്ത ഈ റെൻഡർ കെയോസ് ക്ലൗഡിലേക്ക് അപ്ലോഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ക്ലൗഡ് ഓപ്പൺ ചെയ്ത് ഈ റെൻഡർ ഇമേജിനെ എൻഹാൻസ് ചെയ്യാം. അതിനായി ഓപ്പൺ ഇൻ ക്ലൗഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ ഒരു റെൻഡർ ഇതിൽ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ റെൻഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ എൻഹാൻസ് എന്ന ഈ ഒരു ബട്ടൺ നമുക്കിതിൽ കാണാവുന്നതാണ്. 4K റെസൊല്യൂഷനിലാണ് ഈ റെൻഡർ ഇതിൽ എൻഹാൻസ് ആകുന്നത്. നമുക്ക് ഈ റെൻഡറിന്റെ എൻഹാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി എൻഹാൻസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ റെൻഡർ എൻഹാൻസ് ആകുന്നതായി നമുക്ക് കാണാവുന്നതാണ്. VRAY 7 ആക്റ്റീവ് ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും keos.com എന്ന വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ന്യൂ AI ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു റെൻഡർ ഇതിൽ എൻഹാൻസ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. വളരെ നാച്ചുറൽ ലുക്കിൽ നമ്മൾ ആഡ് ചെയ്ത ക്യാരക്ടേഴ്സിനെ ഇവിടെ എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെക്ക് ചെയ്യുന്നതിനായി ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും ഡ്രോപ്പ് ഡൗൺ ആയി നമ്മുടെ ഒറിജിനൽ റെൻഡർ അതുപോലെ കമ്പയർ വേർഷൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായി ഇതുപോലെ 3D ലുക്കിലുള്ള ഈ ഒരു ക്യാരക്ടേഴ്സിനെ റിയലിസ്റ്റിക് ലുക്കിലേക്ക് എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സ്കിൻ, ക്ലോത്ത്സ് അങ്ങനെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയി എൻഹാൻസ് ആയതായി നമുക്കിതിൽ കാണാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ഇമേജ് ഒരു ഷാർപ്പർ ലുക്കിലേക്ക് ഇവിടെ എൻഹാൻസ് ആയി ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ റെൻഡേഴ്സിനെ ഒരു നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ന്യൂ ഫീച്ചറാണ്
VRay 7 ഈ ഒരു ന്യൂ അപ്ഡേറ്റിലൂടെ ലഭിച്ചിരിക്കുന്നത്. ആർക്കിടെക്ചറൽ, ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ ഏതൊരു 3D റെൻഡേഴ്സിലും റിയലിസം ബൂസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു ന്യൂ AI ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.